ഹായ്, ബോഗൻവില്ലയ്ക്ക് കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഫെർട്ടിലൈസർ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ മാത്രം മതി ബോഗൻവില്ല നിറഞ്ഞു പോക്കുവാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലെ ബോഗൻവില്ല, പ്രത്യേകിച്ച് റൂബി റെഡ്, ഭയങ്കര ഭംഗിയാണ് കാണുവാൻ. അത്രയ്ക്ക് അട്രാക്റ്റീവാണ് ഈ ഒരു കളർ എന്ന് വെച്ചാൽ. ഇതൊരു വെറൈറ്റി കളർ തന്നെയാണ്. ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഈ ഒരു സമയത്താണ്, ഇത്രയും മാർച്ച് മാസം അതുപോലെ ഏപ്രിൽ മാസത്തിലാണ് ഇതുപോലെ നിറഞ്ഞു പോകുന്നത്. അതുപോലെ വൈറ്റ് കളറ് ബോഗൻവില്ല, അതും നല്ല ഭംഗി. ഇത് തനി നാടൻ തന്നെയാണ് കേട്ടോ, അല്ലാതെ ഹൈബ്രിഡ് ഒന്നുമല്ല. പക്ഷേ നിറയെ പൂക്കളായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിറഞ്ഞു പൂക്കളുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു മാർച്ച് മാസത്തിലൊക്കെ നിറഞ്ഞു പൂക്കും. ബോഗൻവില്ല നിൽക്കുന്നത് കാണാൻ തന്നെ എല്ലാവർക്കും നല്ല ഭംഗിയാണല്ലോ. നമുക്ക് കണ്ണിനെ കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ് ബോഗൻവില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഫെർട്ടിലൈസർ തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കറ്റാർ വാഴയാണ് കേട്ടോ. കറ്റാർ വാഴ ഈ ബോഗൻവില്ലയുടെ തണ്ട് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെ ബോഗൻവില്ല നിറയെ പൂക്കളുണ്ടാകുവാനും ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസർ. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ കറ്റാർ വാഴയുടെ രണ്ട് മൂന്ന് തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റ് തൊലിയോ അല്ലെങ്കിൽ മുള്ളോ ഒന്നും കളയേണ്ടതില്ല. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇതുപോലെ ഒരു പിടി ഇട്ട് കൊടുക്കുക. ഇന്ന് മിക്സിയിൽ വെച്ചിട്ട് നല്ലതുപോലെ നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. തൊലിയൊന്നും കളയേണ്ടതില്ല ചെറിയ ഉള്ളിയുടെ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഉലുവ കുതിർത്തുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉലുവ കുതിർത്ത് എൻ്റെ ഇല്ല, അതിലും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉലുവ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്, കുതിർത്ത് വേണം, എന്നാലേ നല്ലതുപോലെ നമുക്ക് പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഉലുവ ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പൊട്ടാസ്യവും അതുപോലെ നൈട്രജൻ്റെയും ഒക്കെ NPK കണ്ടൻറ്റ് നിറയെ അതുപോലെ അടങ്ങിയിട്ടുള്ള, അതിൽ പൊട്ടാസ്യം കണ്ടൻറ്റ് പൂക്കളുണ്ടാകാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതെല്ലാം ചേർന്നൊരു വളം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. വളരെ എഫക്റ്റീവാണ്, 100% റിസൾട്ടാണ്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ 3 ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് കുറച്ചുകൂടി നല്ലതുപോലെ 4 ഇരട്ടി വെള്ളവും കൂടി ചേർത്ത് ഡയലൂട്ട് ചെയ്ത് നമുക്ക് ഈ ബോഗൻവില്ലയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാകും. നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളറ് അതേപടി നിലനിർത്താനായിട്ട് കഴിയും. കളറൊന്നും മങ്ങയൊന്നുമില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് 100% റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ 3 ദിവസം പുളിപ്പിച്ച ആ ഒരു പൊളിച്ച കഞ്ഞിവെള്ളത്തിലേക്കാണ് നമ്മൾ ഈ ഒരു ലിക്വിഡ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ അരച്ചെടുത്ത അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒരു കുഞ്ഞു കുപ്പിയിലോ ബോട്ടിലോ ഒക്കെ ആക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ 1-2 ദിവസം അല്ലെങ്കിൽ ഒരു അടുത്ത ആഴ്ച 1-2 ആഴ്ച വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മുടെ ബോഗൻവില്ലയ്ക്ക് ഏറ്റവും നല്ലതുപോലെ പൂത്ത് കിട്ടാനായിട്ട് നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ബോഗൻവില്ലയ്ക്ക് ഈ ഒരു സമയത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല വെയിലുള്ള ഭാഗത്ത് വേണം നമ്മൾ ഈ ബോഗൻവില്ല സെറ്റ് ചെയ്ത് കൊടുക്കുവാനായിട്ട്. അപ്പോൾ ഒരു 6 മണിക്കൂറെങ്കിലും തുടർച്ചയായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വളവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ പൂക്കളുണ്ടാകും. ഇലയില്ലാതെ പൂക്കെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായെന്ന് കരുതും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഗാർഡൻ ടിപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.